ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് ലവ് ലാംഗ്വേജ് ആയിരിക്കില്ലേ. എൻ്റെ കൈൻഡ് ഓഫ് ലവ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവരെപ്പോഴും സർപ്രൈസ്. ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ പലതരം ഉണ്ടാവും. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവർ നമുക്ക് വേണ്ടി ഇട്ട എഫേർട്സ്, ടൈം, ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ നല്ല റിയാക്ഷനൊക്കെ ഇടുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഈവൻ ഇഫ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും എൻ്റേതായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ എപ്പോഴും ട്രൈ ചെയ്യാം. മേക്കിംഗ് മാത്രമല്ല, പാക്കിങ്, അതുപോലെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, പെർഫെക്റ്റ് ആയിട്ടല്ല, പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ ചെയ്തു കൊടുക്കാൻ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഗിഫ്റ്റ്സൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിനും അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും. വേറെ ആർക്കും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല. അതുപോലെ സർപ്രൈസും ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ്സും അതുപോലെ സർപ്രൈസസും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതുതന്നെയാണെന്ന്. ചിലരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ബർത്ത്ഡേക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ മാത്രമല്ല കേട്ടോ. നമുക്കിപ്പോൾ നല്ല മൊമെൻറ്റ്സോ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഈവൻ ഇഫ് നമുക്കൊരു എന്തെങ്കിലും ഒരാൾ ഹാപ്പി ആയിട്ട് നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ അവർക്കും നമുക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാം. ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ്. എനിക്ക് കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ കുഞ്ഞു നോട്ടായിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും എഴുതി കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ക്യൂട്ട് മിനി എൻവലപ്പ്, അതായത് അതിനകത്ത് എഴുതാൻ പറ്റുക നമുക്ക് വേണ്ട മെസ്സേജസോ, ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോളറോയിഡ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈറ്റിങ്സ് ആഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണോ കൺവേ ചെയ്യാനുള്ളത് അത് ആഡ് ചെയ്യാം. സോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 5 മിനിറ്റിൻ്റെ കാര്യം പോലും ഇല്ല. സോ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് ടൈമും എഫേർട്ടൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.